ഒതുങ്ങി മാത്രം നിലമ്പേരുകാരുടെ മാത്രം സ്വത്തായിട്ട് നിൽക്കുമായിരുന്നു. ഇല്ല. അപ്പൊ ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ വലിയൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി. ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ജനതയാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അതിന്റെ കണ്ണികളാണ് ഇപ്പോഴത്തെ. നിങ്ങളും ഞാനുമല്ല, നമ്മളല്ല. അപ്പൊ ആ കണ്ണിക്ക് ഒരു ശക്തിക്ഷയം വന്നാൽ എന്താ പറ്റുക? ചങ്ങല മുഴുവൻ പൊട്ടിപ്പോകത്തില്ലേ? ചങ്ങല പൊട്ടിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നാളെ കഴിഞ്ഞും നമ്മുടെ പടയണിപ്പറമ്പ് ആളുകളെ കൊണ്ട് നിറയണം. ഒരു വലിയ സന്ദേശം ലോകത്തിന് നല്ലത്. നമുക്കിപ്പോ തൽക്കാലം ഈ പടയണിക്കളരി മുമ്പേ പറഞ്ഞ പോലെ വല്ലതും പറയാനുണ്ടോ? അത് നമുക്ക് നമ്മുടെ പടയണി ഒരു ധ്യാനമാണോ അല്ലേ? ധ്യാനമാണോ? ആണോ? ധ്യാനം എന്ന് പറയുന്നത് നിശബ്ദമായിരുന്ന് നമ്മളിലേക്ക് നോക്കുക അല്ലേ? നമ്മളങ്ങനെ നോക്കുന്നില്ല ദിവസം പടയണി തുടങ്ങി കഴിഞ്ഞാൽ. നമ്മൾ ആ അനുവാദം ചോദിച്ചിട്ട് തിരിച്ചു വരുന്നത് പോലെ നമ്മൾ നിശബ്ദരായിരിക്കും അല്ലേ? സർവപ്രായശ്ചിത്തം ചെയ്യും. ഇപ്പോഴെ നമ്മൾ പലരും വർത്തമാനം പറയാറുണ്ട് അല്ലെ? അന്നേരം നമുക്ക് ലോകത്തിൽ അല്ലേ പലരും വർത്തമാനം പറയാറുണ്ടോ? ഞാൻ പറഞ്ഞത് കാണാം, നിശബ്ദത, കംപ്ലീറ്റ് നിശബ്ദത എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ ആ സമയത്ത് നിശബ്ദത പാലിക്കാൻ തയ്യാറാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ നിശബ്ദത പാലിക്കുമോ? ഫസ്റ്റ് സ്റ്റെപ്പ് ആ നിശബ്ദത നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം. പാലിച്ചെങ്കിൽ മാത്രമേ ആ ധ്യാനാവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റൂ. അതുകൊണ്ട് പടയണി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിശബ്ദമായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ മുഴുവൻ വലിയ കാര്യങ്ങൾ ചെറുതായിട്ട് പഠിപ്പിക്കുക, ചെറിയ രീതിയിൽ പഠിപ്പിക്കുക. പക്ഷെ വലിയ കാര്യങ്ങളാണ്. നമ്മൾ ആ വലിയ കാര്യങ്ങൾ വല്ലപ്പോഴും ചെറിയ കാര്യമായി കണ്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. അനുവാദം ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിശബ്ദരായിരിക്കാൻ മറ്റയാൾ പറഞ്ഞിട്ടില്ല, നമ്മൾ സ്വയം തീരുമാനിക്കണം അല്ലേ? നമ്മുടെ സർവപ്രായശ്ചിത്തമൊക്കെ ചെയ്യുമ്പോൾ നിശബ്ദരായിരിക്കാൻ സ്വയം പാലിക്കണം, സ്വയം തീരുമാനിക്കണം. അത് പാലിക്കുകയും വേണം എന്നുള്ളതാണ് പടയണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നിശബ്ദരായിട്ടിരുന്ന് നമ്മുടെ പടയണിയുടെ എന്നാ പറയുന്നത്, അതിന്റെ എസൻസ്, ആ എസൻസ് ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രം ജപിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ പടയണിപ്പറമ്പിലാണ്. നിങ്ങളെല്ലാവരും, ഞാനും അതെ, നിങ്ങളെല്ലാവരും വളരെ ബലമായിട്ട് തന്നെ ഒരു 10 സെക്കൻഡ് നേരം കണ്ണടച്ചിരിക്കാൻ പോകും. നിങ്ങളിപ്പം നീലമ്പേരൂരിന്റെ പടയണിപ്പറമ്പിൽ അവിട്ടം നാളില് ചൂട്ടൻ കനലിന്റെ മുമ്പിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു.